പരിചയമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാവരും നമ്മൾ പരിചയമുള്ള ആളുകളാണ്. എന്റെ കൂടെ പഠിച്ച ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. പഠിച്ചവരുണ്ട്. ഈ വിജയകുമാർ, അതുപോലെ ഗഫൂർ, മുണ്ടക്കൈയിൽ ആലക്കല്, പിന്നെ അവന്റെ വാപ്പ ആലിക്കൊക്കെ ആയിട്ട് നമ്മൾ മാനസികമായിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ അതുപോലെ എന്റെ പെങ്ങള് പറയാ ഈ നസീമ, ടി കെ നസീമാന്റെ മകന്, അവരൊക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിനേക്കാളും ബന്ധത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. പെട്ടെന്നൊരു വേർപാട്. സുധാവേട്ടൻ, ഒരുപാട് ആളുകൾ, ഇനിയിപ്പോ മൊമാലിക്ക, ഷാജാൻ, നസീർ ഖാൻ, അങ്ങനെ ഒരുപാട്. ഇനിയിപ്പോ ഇതിലുള്ള ഏകദേശം മുഴുവൻ ആളുകളും, കുറെ ചെറിയ പെൺകുട്ടികൾ, ചെറിയ മക്കളെ അറിയില്ല എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ ഫാമിലിയും നമ്മള് അത്ര പറയാൻ പറ്റുന്ന അത്ര ബന്ധമുള്ള ആളുകളാണ്. കഴിഞ്ഞ വർഷം ഈ 29-ന് കിടന്നുറങ്ങിയ 300-ലധികം മനുഷ്യന്മാരാണ് ആ ഒരു ഒറ്റ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുത്തുമല, അതായത് ഈ മരണപ്പെട്ടവരെ ഒരുമിച്ച് അടക്കം ചെയ്ത പുത്തുമലയുടെ ശ്മശാനത്തിനടുത്താണ്. അതിന് 2024 ജൂലൈ 30 ഹൃദയഭൂമി എന്ന പേര് നൽകാൻ കഴിഞ്ഞ ദിവസം മേപ്പാടി പഞ്ചായത്തിന്റെ കീഴിൽ ചേർന്ന സർവ്വകക്ഷി യോഗം തീരുമാനിച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൽ മരണപ്പെട്ട 300ഓളം പേരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഒരു ഫ്ലെക്സിൽ ഒരു ബോർഡിന് മുന്നിലാണ്. ഈ മനുഷ്യർ കഴിഞ്ഞ വർഷം 29-ന് കിടന്നുറങ്ങിയതാണ്. അതേസമയം 30-ന് അവരാരും ഈ ഭൂമിയിൽ ഇല്ലാത്ത തരത്തിലുള്ള വലിയൊരു ദുരന്തമാണ് നടന്നത്. ഇത് ഇവിടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ആണ് ഈ ബോർഡ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ മനുഷ്യരെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ജീവിച്ചിരുന്ന മനുഷ്യരാണെന്നതും ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ ഇല്ലാത്തവരാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരുടെയും, ചെറിയ കുട്ടികളുടെയും പിന്നെ സ്ത്രീകളുടെയും അരക്ക മരണപ്പെട്ടു. അതിൽ 300ഓളം പേര് അവർ സംഘടിപ്പിക്കാൻ കഴിയുന്നവരുടെ ഫോട്ടോകൾ സംഘടിപ്പിച്ച് വെച്ചതാണ്. ഇവിടെ നാട്ടുകാരായ ചില ആൾക്കാർ കൂടിയുണ്ട്. ചേട്ടാ, ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണല്ലേ? ഇതൊക്കെ നമ്മള് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. രാവിലെ ഒക്കെ നമ്മുടെ കൂടെ പണിക്കുണ്ടാവും. നേരിട്ട് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ ഇതില്? എല്ലാരും ഉണ്ട്, ഇതിലെല്ലാരും ഉണ്ട്. ആരൊക്കെ ഒന്നൊന്ന് പെട്ടെന്ന് പരിചയങ്ങളെ കൂടെ പഠിച്ച ആൾക്കാരോ അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? കുറച്ച് ആൾക്കാർ. ഇത് ബാലിന്റെ ഏട്ടൻ, ഇത് മറ്റേ മുണ്ടക്കായിലെ പ്രമോദിനി, ഇവരൊക്കെയാണ്. പിന്നെ ഇത് ബഷീർ, പിന്നെ ഇത് നമ്മളെ അമ്പലത്തിലെ സ്വാമിയാണ്. ഇത് മിംസിൽ പണിയെടുക്കുന്ന ഒരു സിസ്റ്ററായിരുന്നു, നീതു. അതെ, അവരൊക്കെയാണ്. അതെ, ഇതാണ് പള്ളിയിലുള്ള ഷിഹാബ്, മുണ്ടക്കായിലുള്ള. നിങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു? ജോലി ചെയ്യുന്ന ഇവരൊക്കെ നമ്മളെ കൂടെ തന്നെ ഉള്ളത്. ബഷീർ, പിന്നെ വിജയൻ, ബാലി, ഇവരൊക്കെ നമ്മളെ കൂടെ ഉള്ള ആൾക്കാരാ. രാജ്, പിന്നെ ഇതര സംസ്ഥാനത്തു നിന്നുള്ള അവരുണ്ട്. അതായത് ജാർഖണ്ഡിൽ നിന്ന് വന്ന ഫാക്ടറിയിൽ പണിയെടുക്കുന്ന ആളാണ്. എല്ലാവരും പരിചയമുള്ള ആൾക്കാർ. ഒറ്റ ദിവസം കൊണ്ട് കാണാൻ പറഞ്ഞ ആൾക്കാരാണ്. ഫോട്ടോ കാണുമ്പോൾ വീണ്ടും ആ ഒരു വേദനയിലേക്ക് വരികയാണ്. നിങ്ങൾക്കും പരിചയമുള്ള ആൾക്കാരാണല്ലോ പുത്തുമലയാണെങ്കിലും? നമുക്ക് പരിചയമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാവരും നമ്മൾ പരിചയമുള്ള ആളുകളാണ്. എന്റെ കൂടെ പഠിച്ച ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. പഠിച്ചവരുണ്ട്. ഈ വിജയകുമാർ, അതുപോലെ ഗഫൂർ, മുണ്ടക്കൈയിൽ ആലക്കല്, പിന്നെ അവന്റെ വാപ്പ ആലിക്കൊക്കെ ആയിട്ട് നമ്മൾ മാനസികമായിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ അതുപോലെ എന്റെ പെങ്ങള് പറയാ ഈ നസീമ, ടി കെ നസീമാന്റെ മകന്, അവരൊക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിനേക്കാളും ബന്ധത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. പെട്ടെന്നൊരു വേർപാട്. സുധാവേട്ടൻ, ഒരുപാട് ആളുകൾ, ഇനിയിപ്പോ മൊമാലിക്ക, ഷാജാൻ, നസീർ ഖാൻ, അങ്ങനെ ഒരുപാട്. ഇനിയിപ്പോ ഇതിലുള്ള ഏകദേശം മുഴുവൻ ആളുകളും, കുറെ ചെറിയ പെൺകുട്ടികൾ, ചെറിയ മക്കളെ അറിയില്ല എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ ഫാമിലിയും നമ്മള് പറയാൻ പറ്റുന്ന അത്ര ബന്ധമുള്ള ആളുകളാണ്. വല്ലാത്ത ഒരു വേദനയായിപ്പോയി അത് സംഭവിച്ചത്. ഈ പടമൊക്കെ വീണ്ടും കാണുമ്പോൾ ഓർമ്മ വരുമ്പോ വീണ്ടും ആ ഒരു പേടിയിലേക്ക് തന്നെയാണ്. ആ ഒരു പേടിയിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ പ്രദേശത്തുള്ളവർ മുഴുവൻ ജീവിക്കുന്നത്. വളരെ പ്രയാസത്തിലാ എല്ലാവരും. അവര് പുത്തുമലയിൽ നേരത്തെ ദുരന്തം നടന്ന അവിടെ തന്നെയാണ് അവരെ അടക്കി. അതെ, അതാണ് അതിന്റെ ഒരു വേറൊരു വശം. കാരണം എന്താ വെച്ചാൽ 2019 ആഗസ്റ്റ് 8-നാണ്, അടുത്ത മാസം, അതായത് ആഗസ്റ്റ് 8-നാണ് പുത്തുമല ദുരന്തം നടന്നത്. ആ ഒരു പ്രദേശത്ത്, ആ ദുരന്തം സംഭവിച്ച ആ ഒരു പ്രദേശത്ത് തന്നെയാണ് ഇവരെ അടക്കം ചെയ്തിട്ടുള്ളത്.
ഇപ്പോ എന്റെ വീടൊക്കെ ഇതാ ഇവിടെ ഈ ദുരന്തം നടന്ന ഭൂമി ഇല്ല ഇതാ ഈ തൊട്ട് ഈ ദുരന്തം നടന്ന ഈ ഭൂമിയിലാണ് എന്റെ വീടുള്ളത്. നമ്മൾ രാവിലെ എണീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് അവരെയാണ്. അവരെ ഇതില് ശ്മശാനത്തിലേക്കാണ് നമ്മളെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി നോക്കിയാൽ തന്നെ കാണുന്നത്. വല്ലാത്തൊരു വേദനയാ. ഒരു എന്താ പറയാ 2019 ആ ഒരു വേദനയും ദുഃഖവും മാറി നിൽക്കുന്നതിന് ഇടയിലാണ് 2024 വീണ്ടും സംഭവിച്ചത്. അത് വല്ലാത്ത വേദന, നമ്മളെ മാനസികമായിട്ട് ഭയങ്കര വിഷമുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഈ മനുഷ്യരെല്ലാം തന്നെ ആ വേദനയിൽ തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ വർഷം ഇതേ ദിവസം 29-ന് ഷബീർ പിന്നെ 29 ഒരു ദിവസം കഴിഞ്ഞ വർഷം ഇതേ സമയം ഇവിടെ എല്ലാവരെല്ലാം ജീവിച്ചിരുന്ന ആൾക്കാരാണ്, കുട്ടികളടക്കം ജീവിച്ചിരുന്നവരാണ്. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് മാറുകയാണ്. അപ്പൊ ആ വേദന ആ ഒരു കുടുംബങ്ങൾക്ക്, കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക്, നാട്ടുകാർക്ക് മാറിയിട്ടില്ല. തീർച്ചയായും ഇപ്പം നമ്മൾ വരുമ്പം അബു ഇപ്പോൾ സംസാരിച്ച ആൾ അബു ഒപ്പം തന്നെ ഫാക്ടറിയിലെ ഡ്രൈവറാണ്. അവർ കൂടാതെ കുറച്ച് നാട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് നമ്മൾ പേഴ്സണലി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് കൂടെ പഠിച്ചിരുന്നവർ, തോട്ടം തൊഴിലാളികളായിരുന്നു, അവരുടെ കൂടെ ജോലി ചെയ്തിരുന്നവർ. അപ്പം അവർക്കൊന്നും ആ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അപ്പം തന്നെ ഒപ്പം ജോലി ചെയ്തിരുന്ന ആൾക്കാർ, ഒരു വർഷം മുമ്പ് വരെ ജോലി ചെയ്തിരുന്ന ആൾക്കാർ ഇപ്പോഴും അവരുടെ ജോലിയൊന്നും ക്ലിയർ ആയിട്ടില്ല. പക്ഷെ ആ ഓർമ്മ അവരെപ്പോഴും വേട്ടയാടുന്നുണ്ട്. അപ്പം സ്വാഭാവികമായും ആ വേദനയിൽ നിന്ന് നമുക്കടക്കം ആ വേദന ഉൾക്കൊള്ളാൻ കഴിയുന്നു. അപ്പോൾ ഇവർ നേരിട്ടറിയാവുന്ന അവരുടെ, നേരത്തെ അബുക്ക പറഞ്ഞ പോലെ അവരുടെ സഹോദരിയെ പോലെ ഉണ്ടായിരുന്ന ആളുകൾ, അവരുടെ സഹപ്രവർത്തകർ, അത്രയും ബന്ധം ഉണ്ടായിരുന്നവരെല്ലാം ഒരൊറ്റ രാത്രിയിൽ ഒന്നാണ്ട് ഒലിച്ചു പോയിരിക്കുക. അപ്പോൾ ആ വിഷമം എല്ലാവരിലും ഇപ്പം ഉണ്ട്, ആ തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ എടുത്തു പറയേണ്ടത്, ഇവിടെയും ഒരു ദുരന്ത ഭൂമിയായിരുന്നു മുമ്പ് 2019 പുത്തുമല. അപ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ സംസാരിച്ച അബുക്കാന്റെ ബന്ധുവിന്റെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു വേദന കൂടി അവർക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ സർക്കാർ കൂടെയുണ്ട്, സന്നദ്ധ സംഘടനകൾ കൂടെയുണ്ട്. അതേസമയം തന്നെ ഈ ഒരു വേദനകൾ മാറ്റാനുള്ളൊരു ശ്രമം കൂടെ വേണ്ടി വരും. സ്വാഭാവികമായും നേരത്തെ കൌൺസിലിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ, അത്തരം സൗകര്യങ്ങൾ ഈ ദുരന്തബാധിതർക്ക്, രക്ഷപ്പെട്ടവർക്കാരുടെ ഉറ്റവർക്കെല്ലാം തന്നെ ഒരുക്കിയിരുന്നു, നാട്ടുകാർക്കടക്കം ഒരുക്കിയിരുന്നു. അത് ഇനിയും തുടരേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പലരോടും സംസാരിക്കുമ്പോൾ അവരൊന്നും ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും മുക്തരാവാത്ത ആളുകളുണ്ട്. ബാക്കിയായവർക്കെല്ലാം അതിന്റെ ആ ഒരു ആഘാതം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ജിൽസി, ഇതില് അത്തരമൊരു ഇതിനിടയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തകൾ ചേർത്ത് വായിക്കേണ്ടത്. അതായത് വായ്പ എഴുതത്തല്ലാത്തൊരു വാർത്ത നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത്രയും ബുദ്ധിമുട്ടുകളുള്ള അല്ലെങ്കിൽ ഷോക്കിൽ നിന്ന് മാറാത്ത ആൾക്കാർക്ക് തലയിലാണ് പിന്നെ ഈ ലോണിന്റെ, വായ്പയുടെ വലിയൊരു ഭാരം കിടക്കുന്നത്. അതിൽ കേരള ബാങ്ക് അത് എഴുതി തള്ളിയിട്ടുണ്ട്. അതേസമയം മറ്റ് പിന്നെ സ്വകാര്യ ബാങ്കുകൾ, മാത്രമല്ല ദേശസാൽകൃത ബാങ്കുകൾ, കേരള ബാങ്ക്, ഗ്രാമീൺ ബാങ്ക് അടക്കം ഇപ്പോഴും എഴുതി തള്ളിയിട്ടില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ വേണ്ടിവരും. കാരണം ഇത് ബാങ്കേഴ്സ് സമിതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു നിർദ്ദേശം നൽകിക്കൊണ്ട് കേന്ദ്രം ഏതെങ്കിലും തരത്തിൽ സഹായം നൽകിയിട്ടില്ല. ഒരു അതിതീവ്ര ദുരന്തം എന്ന നിലയിൽ പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നൽകിയതൊരു വായ്പ മാത്രമാണ്. അപ്പൊ കേന്ദ്രത്തിന് ബാങ്കുകളോട് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കുറഞ്ഞ പക്ഷം ഇവരുടെ വായ്പകൾ എഴുതി തള്ളുക എന്നൊരു കാര്യമെങ്കിലും പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്കറിയാം, ഇനിയിപ്പോ ഈ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സർക്കാർ വീടൊക്കെ വെച്ച് കൊടുക്കുമായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളും വീടൊക്കെ വെച്ച് കൊടുക്കരുത്. പക്ഷേ ഈ ഒരു വരുമാനമില്ലാത്തവർ ഇത്രയും വലിയൊരു വായ്പാ കടക്കണിയിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്വം കൂടി ശരിക്കും സമൂഹത്തിന് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി വേണ്ടിവരും. പിന്നെ നമുക്ക് ഇന്നലെ നമ്മൾ കൊടുത്തൊരു വാർത്ത, രാജൻ, അദ്ദേഹം നല്ലൊരു വരുമാനം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം വലിയൊരു വായ്പ എടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാം അടഞ്ഞിരിക്കുന്നു, വായ്പ അടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം, ദിവസത്തിൽ ജീവിക്കാൻ പോലും പൈസ കിട്ടാത്ത സാഹചര്യത്തിൽ എങ്ങനെ വായ്പ അടയ്ക്കും എന്നുള്ള ചോദ്യം, അങ്ങനെ നൂറുകണക്കിന് ആൾക്കാരുടെ ചോദ്യം നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ പുനരധിവാസത്തിൽ വായ്പാ പ്രശ്നം കൂടി സജീവമായി തന്നെ പരിഗണനയ്ക്ക് വരേണ്ടതുണ്ട്. ജിൽസി.